ചുള്ളിക്കൽ സെന്റ് സിസ്ലിൻ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസിനും കൌൺസിലർമാരായ ബാസ്റ്റിൻ ബാബു, കവിത ഹരികുമാർ എന്നിവർക്കും സ്വീകരണം നൽകി. പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ ക്ലബ് അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് എംഎൽഎ. സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ ദീർഘകാല പാരമ്പര്യമുള്ള ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ്, കൊച്ചി നഗരസഭാ കൌൺസിലർമാരായ ബാസ്റ്റിൻ ബാബു, കവിത ഹരികുമാർ എന്നിവർക്ക് സ്വീകരണം നൽകി. കൊച്ചിയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബ്ബ് വർഷങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പ്രശംസനീയമാണെന്ന് പറഞ്ഞ എംഎൽഎ, കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് അംഗങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് മറുപടി പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു. ഒരു നാടും നമ്മുടെ നാടിന്റെ മൂല്യങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത ശൈലിയും ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ നിലനിർത്താൻ കഴിയണം. നമുക്കൊരു രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു നാടിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ അടിച്ചേൽപ്പിക്കുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം, വളരെ ഒരു നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. 10 വർഷക്കാലത്തെ ദുർഭരണം, അതല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം, അതല്ലെങ്കിൽ ദാർഷ്ട്യമായ ഭരണം, അങ്ങനെ ഏത് വിധത്തിലും നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതിൽ നിന്നൊരു മോചനം നേടുക എന്നുള്ളതായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചത്. CJ രാജൻ, PG ജസ്റ്റിൻ, ഡോക്ടർ റോസ്മേരി എന്നിവർ സംസാരിച്ചു. ആലുവയിൽ നിന്ന് എത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഷിയാസ് ആ 14,000 കടത്തി 8,000-ലേറെ വോട്ടിന് ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ കൊച്ചിയുടെ ആ ഒരു പാരമ്പര്യം നമ്മൾക്കറിയാം. നല്ലത് ചെയ്യുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി കൊച്ചി ഒരു അവസരം ശ്രീമാൻ ഷിയാസിന് നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.